ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ സാന്റോസിന് സെക്കൻഡ് ഡിവിഷൻ ക്ലബിനോട് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരമാണ് നെയ്മർ ജൂനിയർ. അതായത് മത്സരത്തിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നെയ്മറിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും ബോൾ നഷ്ടമായിരുന്നു. ഇതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നെയ്മർക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. മുൻ ബ്രസീലിയൻ താരമായിരുന്ന ലൂയിസ് ഫാബിയാനോ ഇപ്പോൾ നെയ്മർ ജൂനിയറെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സാന്റോസ് എന്ന ടീമിനകത്ത് ടാക്ടിക്കലി ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് നെയ്മർ ജൂനിയർ ആണ്, അദ്ദേഹത്തിന്റെ റോളാണ് എന്നാണ് ഫാബിയാനോ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നെയ്മറുടെ പ്രായം 18 എന്ന റിയാലിറ്റി നെയ്മർ ഉൾക്കൊള്ളണമെന്നും ഇപ്പോൾ ഫാബിയാനോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ മത്സരത്തിൽ സാന്റോസിനെ ടാക്ടിക്കലി കൺഫ്യൂസ് ചെയ്തത് നെയ്മർ ജൂനിയർ ആണ്. അദ്ദേഹം പിറകിലേക്ക് ഇറങ്ങി വന്ന് ബോൾ സ്വീകരിക്കുന്നു, എന്നിട്ട് ബോൾ നഷ്ടപ്പെടുത്തുന്നു. ഈ സമയത്ത് സാന്റോസിന്റെ മധ്യനിര താരങ്ങൾക്കും മുന്നേറ്റ നിര താരങ്ങൾക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ സാന്റോസ് ഓർഗനൈസ്ഡ് അല്ലാതെ കളിക്കുന്നു. നെയ്മറുടെ കളിശൈലി തന്നെയാണ് ഇതിന് കാരണം. ഇപ്പോഴും തനിക്ക് 18 വയസ്സല്ല എന്ന കാര്യം നെയ്മർ ജൂനിയർ ഉൾക്കൊള്ളണം. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ടീമിന്റെ ശൈലിയോട് യോജിക്കണം. പഴയ കരുത്തും സ്പീഡും ഒന്നും നെയ്മർക്കില്ല, അത് നെയ്മർ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ നെയ്മർ പുതിയ ശൈലിയോട് ഇണങ്ങിച്ചേരണം. ഇതാണ് മുൻ ബ്രസീലിയൻ താരമായിരുന്ന ഫാബിയാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറുടെ പ്രായം അദ്ദേഹം പരിഗണിച്ച് തുടങ്ങേണ്ട സമയമായി. പഴയ കരുത്തും സ്പീഡും ഒന്നും അദ്ദേഹത്തിനില്ല എന്നുള്ളത് നെയ്മർ ജൂനിയർ ഉൾക്കൊള്ളണം എന്നാണ് ഫാബിയാനോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് നെയ്മർ ജൂനിയർക്ക് ലഭിക്കുന്നത്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത വിമർശനങ്ങൾ ലഭിക്കുന്നു. കാരണം പരിക്കിൽ നിന്ന് മുക്തനായി വന്നിട്ട് ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് നെയ്മർ ജൂനിയർ 90 മിനിറ്റ് കളിച്ചത്. ആ മത്സരത്തിൽ മോശം പ്രകടനം വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരൊറ്റ മത്സരത്തിന്റെ പേരിൽ ഇത്രയധികം നെയ്മർ ജൂനിയർ ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.